ഹലോ. വരണപ്പോഴാ വന്നേ? ആ, താനാ മാഗസിനിൽ ലയിച്ചിരിക്കല്ലേ? എന്താ സംഭവം? ശരിക്കും ഞാൻ നോക്കിയതാ. ഞാനും ശ്യാമ മേഡവും തമ്മിൽ ഒരു വ്യത്യാസം ഇല്ലല്ലേ? അത് മുമ്പേ ആളുകളൊക്കെ പറയുന്നല്ലേ, അതിലെന്താ പ്രത്യേകത? ശ്യാമ മേഡം പറഞ്ഞത് ശ്യാമ മേഡത്തിന്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടെന്നാ. ഞാനേ അതെന്നെ ആലോചിക്കായിരുന്നു. അതിപ്പോ ശ്യാമ മേഡത്തിനെ ആരാധിക്കുന്ന എല്ലാവരും അതിനായിരിക്കും ഓർക്കുന്നത്. എടോ, അത്രയ്ക്ക് വിഷമം പിടിച്ചൊരു കഥയല്ലേ മേഡം പറഞ്ഞത്? വരുൺ എന്താ തോന്നുന്നത്? ആ കുഞ്ഞ് ഞാനായിരിക്കോ? താനും ചുമ്മാ ഇരുന്നു. ഞാനേ അന്ന് തമാശക്ക് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോ താനിന്ന് ബഹള വെച്ചത്. ആ, ഇത്രയും വലിയൊരു സെലിബ്രിറ്റിയെ കുറിച്ച് ആവശ്യമില്ലാതൊന്നും പറഞ്ഞ് നടക്കില്ലെന്നാ എന്നോട് പറഞ്ഞത്. ഞാൻ അന്നേ അത് വിട്ടതാ. അങ്ങനെയല്ല വരുൺ. ആദ്യമൊന്നും എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. പക്ഷെ ഇന്ന് ശ്യാമ മേഡം പറഞ്ഞ കഥ കേട്ടപ്പോ. ഇന്നത്തെ കഥയിൽ എന്തോടെ പ്രത്യേകത? എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. ഒരു പ്രത്യേകതയില്ലേ? അപ്പൊ ശ്യാമ മേഡത്തിന്റെ കുഞ്ഞവിടെ? ഇത്രയും ക്രൂരന്മാരായ ആളുകളുടെ ഇടയിലല്ലേ ചെന്ന് പെട്ടത്. ശ്യാമ മേഡത്തിന്റെ ഭർത്താവിനെ വെട്ടിക്കൊന്നു കളഞ്ഞില്ലേ? എന്നിട്ടാണോ ഇത്തിരി പോന്നൊരു കുഞ്ഞിനെ? അതിനെ അവര് കൊന്നിട്ടുണ്ടാവും, ഒരു സംശയമില്ല. ഇല്ല, ആ കുഞ്ഞ് മരിച്ചിട്ടൊന്നും ഉണ്ടാവില്ല. ആ ശ്യാമ മേഡം പറഞ്ഞില്ലേ അന്ന് കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടി ഒരു കുട്ടവഞ്ചിയിൽ ഒഴുക്കി വിട്ട സംഭവം? അതാ കുഴപ്പക്കാര് കണ്ടെത്തിയിട്ടുണ്ടാവും.